കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ, കനലെറിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. അല്ല കുട്ടി കാതറേ, എവിടെ അന്നെ കണ്ടിട്ട് കൊറേ ദിവസമായല്ലോ, എന്താ പരിപാടി ഇപ്പോ? ഞാൻ കൊറേ ദിവസമായിട്ട് ഇലക്ഷന്റെ പിന്നാലെ ആയിരുന്നു. എന്ത് പരിപാടി? എന്ത് ഇലക്ഷൻ? ഇലക്ഷന്റെ വോട്ട് മറ്റേ കക്കൽക്കാരുടെ കൂട്ടത്തിലല്ലേ, കളവുകാരെ കൂട്ടത്തില്. അപ്പൊ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇപ്രാവശ്യം നമ്മളെ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അടിച്ചു അതിനെ നേന്ത്രപ്പഴം പുഴുങ്ങാം, നേന്ത്രപ്പഴം മനസ്സിലായോ? കൊല്ലം കൊറേ പുഴുങ്ങിയതാണ്. നിങ്ങൾ ആ പരിപാടി നിർത്തിക്കളി. നിങ്ങൾ പുഴുങ്ങണ്ട, 10 കൊല്ലങ്ങൾ പുഴുങ്ങിയതാണ്. നിങ്ങൾ പുഴുങ്ങണ്ട, കൂടുതൽ വർത്താനം പറയണ്ട, പുഴുങ്ങണ്ട. നിങ്ങൾ 10 കൊല്ലം പുഴുങ്ങിയത് ഞങ്ങൾക്ക് അറിയാം. കേരളത്തിൽ എന്ത് പറഞ്ഞാണ് ചങ്ങായി നിങ്ങൾ പറഞ്ഞത്? എന്താ വില പറഞ്ഞു? എന്ത് പറഞ്ഞു? കക്കാനല്ല നിങ്ങൾക്ക് എന്താ അറിയടാ? കക്കാനല്ല നേട്ടം ഇപ്രാവശ്യം തരംഗായി മാറും. വെറുതെ നമ്മളില്ല ലോകം തെറ്റാൻ നിൽക്കണ്ട കേട്ടോ. വെറുതെ വയനാടിന്റെ പൈസ എന്താ കാട്ടി അതൊന്ന് പറഞ്ഞു. ഒരു മയ്യത്ത് മറിയാൻ എത്ര വേണ്ട. വയനാടത്തെ പൈസ ആരതാണ്? പ്രതിപക്ഷ നേതാവിന്റെ ചോദിച്ചപ്പോ എന്താ ആർക്കും ഞങ്ങൾക്ക് ഇവിടെ പണി തുടങ്ങി നോക്കുമ്പോ സ്ഥലം ഞങ്ങൾക്ക് പറയാം. പഞ്ചായത്തിന് പെർമിറ്റ് അടക്കം എടുത്തിട്ടില്ല. പെരക്ക് ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ അവിടെ ഒരു 10-100 വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എത്ര വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്? ഇന്ത്യൻ യൂണിയൻ ലീഗർ ഉണ്ടാക്കിയ ലീഗർ പൈസ നിങ്ങളിപ്പോ ഉണ്ടാക്കിയ ഇതുണ്ടല്ലോ. കോൺഗ്രസ് വേറെ ഉണ്ടാക്കിയത് ഏറ്റെടുക്കാൻ നിൽക്കണ്ട. പ്രതിപക്ഷ നേതാവിന്റെ അക്കൗണ്ടിലുണ്ട്, 2 അക്കൗണ്ടിലുണ്ട് പറഞ്ഞു. മൂന്നാമത് വേറെ ഈ പൈസ പൈസയാണ് അവിടെ. സാധാരണക്കാരൻ കൂലിപ്പണിക്ക് പോകണം അടക്കം കൊടുത്തു. വയനാട് പോയി എന്ത് ആവിനെന്താ ഞങ്ങൾ പോയിട്ടില്ല. എത്ര പേരെ കയറി? എത്ര പേര് കയറ്റിങ്ങൾ? അത് പറ കയറ്റി കൊടുക്കട്ടെ. എത്ര പേരെ കയറ്റിങ്ങൾ? പ്രതിപക്ഷ നേതാവിന്റെ അക്കൗണ്ടിൽ പൈസ എന്താ പറഞ്ഞു? വള്ളത്തില് വരഞ്ഞ വരയായി മാറി. അല്ല നമ്മള് ഭരണത്തിനെ പറ്റി എന്തെങ്കിലും പറയണ്ടോ? 10 കൊല്ലത്തെ ഭരണം എന്താ? ഈ 10 കൊല്ലത്തെ ഭരണം ഞാൻ പറഞ്ഞുതരാം. 1-ാം തരം മുടിക്കല്, കളവ്, പിന്നെ കൊള്ള. പേപ്പറും വാർത്തയും വയനാട് ചങ്ങായി മുസ്ലിം ലീഗിന്റെ ആൾക്കാര്, സിനിമാ നടന്മാര്, ഇവരൊക്കെ കൊടുത്ത പൈസ ഉണ്ടാക്കിയാണ്. അവിടെ വീട് ഫുള്ള് കേറി. ഇനി കിട്ടാത്ത ആൾക്കാർക്കുള്ള കരുതൽ നമ്മളെ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. എടോ, ഒരു ശവടക്കാൻ 1.25 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കി കണക്ക് പറഞ്ഞാലേ എന്റെ മുഖ്യമന്ത്രി അല്ലേ? 1.25 ലക്ഷം ഉറുപ്പ്യ ഒരു ശവടക്കിന് അല്ലേ? അതല്ലേ മുഖ്യമന്ത്രി? ഒന്ന് പോ ചങ്ങായി, വെറുതെ ചാനലേര് വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിട്ട് ചാനലുകാർക്കാണ് ഇപ്പൊ കുറ്റം. അതെ, ഇപ്പൊ ചാനലുകാർക്കാണ് കുറ്റം. നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാകും. അതെ, അറിയുന്ന കാര്യങ്ങൾ. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ. അന്നത്തെ പൈസ ഇന്നത്തെ കറണ്ട് ചാർജ് കൂട്ടിക്കാം. പിന്നെ പവർ കട്ട് ഉണ്ടാക്കണം. അന്ന് 300 റുപ്യ കൊടുത്തു നിന്ന് ഓരോരുത്തർ 2000, 1500 കൊടുക്കണം. പിന്നെ എന്തിനാ പവർ കട്ട് ഉണ്ടാക്കണം? പവർ കട്ട് ഇല്ല. അന്ന് കറണ്ട് ഉണ്ടെങ്കിലല്ലേ കറണ്ട് ബില്ല് അടക്കണ്ട. അപ്പൊ അന്ന് കറണ്ട് ഇല്ലാതെ ഞങ്ങൾ ഫീസ് വാങ്ങിയത്. കറണ്ട് എവിടെ? കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പേരിൽ 4 ദിവസം ഞാൻ മണ്ണെണ്ണ വിളക്ക് എത്തിച്ച് എത്ര വട്ടം ചോർന്നു. ചങ്ങായി, ഒരു മുഖ്യമന്ത്രി എല്ലാ ജനങ്ങളെയും കാണേണ്ട ഒരാളാണ്. അന്റെ മുഖ്യമന്ത്രിനെ നേരിട്ട് ഏതെങ്കിലും ഒരു പ്രജ കണ്ടിട്ടുണ്ടോ? അതാ അതാ ഓ അതാ ആരപ്പ വരുന്നേ? വെറുതെ തമാശ പറഞ്ഞതാണ്. പിന്നെ കുറച്ച് കാര്യത്തില് അല്ല ഫോമിലാണല്ലോ. ഒത്തുകൂടല്ലോ. ഫുള്ള് മങ്കൂലാട്ടോ. മുഖ്യമന്ത്രി പോലും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോഴും വീണ്ടും പോലും ജയിക്കുന്നതാണ് പോലെ അഭിപ്രായം. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കുന്നു. മുഖ്യമന്ത്രി ഈ പ്രാവശ്യം ഓലെന്നെ അധികാരത്തിൽ വരുന്നു. 3-ാമത്തെ പ്രാവശ്യം. അതില് സംശയമൊന്നുമില്ല. മുഖ്യമന്ത്രി വരും, അതെന്തായാലും വരും. അതായത് ചെയ്തോടത്തോളം പ്രവർത്തി അത്യാവശ്യം എല്ലാവർക്കും കാണാനോ അല്ലേ? അതാർക്കെന്തായാലും പറയുന്നത്. നമ്മളെ നാട്ടില് വികസനം ഉണ്ട്, നല്ല നല്ല റോഡുകള്.
കാരണം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ റോഡൊക്കെ നല്ല നേരങ്ങത്തിൽ ലെവലായി. പിടിക്കൊന്നും വേണ്ട, ഒറ്റക്ക് നിൽക്കും. എന്റെ പേര് ഞാൻ മറച്ചു. എന്താ കാതറേ, ഇവരോടൊന്നും കൂടുതൽ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ ഇരുന്ന് വർത്താനം പറയാം. നല്ല ഫോമിലാണല്ലോ. ഞാൻ ഇവിടെ ഇരിക്ക. അപ്പോ ഞാൻ ഈ പറയണത് എന്താന്ന് അറിയില്ല, നമ്മൾക്ക് രാഷ്ട്രീയമൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയരുത്, മനസ്സിലായോ? നിങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടെങ്കിൽ അത് പറയാം. അഭിപ്രായം എല്ലാവർക്കും പറയാൻ പറ്റും. നമ്മളെ അഭിപ്രായം എല്ലാ കാര്യവും പറയണം. ഇവരെ സംഭവം എന്താ അറിയോ, എന്റെ വാപ്പ കോൺഗ്രസ് ആണ്, അപ്പൊ ഞാനും കോൺഗ്രസ് തന്നെയാണ്. അങ്ങനെയുള്ള ചിന്താഗതി മാറണം. കാരണം നല്ലതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നിഷ്പക്ഷ വോട്ടുകളാണ് നമ്മളെ പാർട്ടിക്കാരെ ജയിപ്പിക്കണത്. അത് ഇപ്രാവശ്യം തരംഗ ആഞ്ഞടിക്കും, അതിന് സംശയമില്ല. പിന്നെ നന്നായിട്ട് പറയാനുണ്ട്. ഈ പ്രാവശ്യം നന്നായിട്ട് ആഞ്ഞടിക്കും. UDF അല്ല, അത് പറഞ്ഞത് ശരി കേട്ടോ, പറഞ്ഞത് സത്യമാണ്. അതിലൊരു സംശയമില്ല. എന്താ അറിയോ, അത് ആഞ്ഞടിക്കുന്നേ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. 10 കൊല്ലം. ഞാനൊന്ന് പറയട്ടെ, ഈ ശബരിമലയിൽ എന്ത് സംഭവിച്ചു? ശബരിമലയിൽ എന്താ സംഭവിച്ചു? അവിടെ എന്താ സ്വർണ്ണം എങ്ങനെ ചെമ്പായത്? സ്വർണം ചെമ്പായതല്ലോ, അത് എടുത്തിട്ട് ആവശ്യക്കാർക്ക് കൊടുത്തല്ലേ. ഉപകാരം ചെയ്താണ്. ദൈവത്തിന് എന്തിനാണോ മുതല്? അല്ല, ആവശ്യമുണ്ടോ? ദൈവത്തൊക്കെ വിറ്റിട്ട് എന്ത് വാങ്ങാനാ? അത് വിറ്റിട്ട് 4 കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കട്ടെ, അല്ലെങ്കിൽ 4 ആൾക്ക് അതാണ് ഇപ്പൊ പിണറായി അത് നേരാക്കിട്ട് ഒരു തോത്തുണ്ടാക്കി, ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യണത്. പിന്നെ ആഡംബര കാറ് കുറച്ച് വാങ്ങി, ഈ സ്വർണ്ണം അവിടെ എങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം? അതന്നെ സ്വർണത്തിന്റെ ഇത് നേരെ എങ്ങോട്ടാ പോയത്? രാഹുൽ ഗാന്ധി ഇപ്പൊ പാട്ട് പാടിയല്ലോ, സ്വർണ്ണം കട്ടത് അരപ്പ. അപ്പൊ അതില് വീഡിയോയില് വന്നതാന്ന് നമുക്കറിയാം. വീട്ടിൽ പോയി ചോദിച്ചാ മതി. വീട്ടിൽ പോയി ചോദിച്ചപ്പോ ആരാ? സോണിയാഗാന്ധിന്റെ കയ്യിക്കാണ് പോയിക്കണത്. മെയിൻ കള്ളന്മാരെ എവിടെ കിടക്കണത്? സോണിയാഗാന്ധി ടീമാണ്. അതാണ് അതിന്റെ ശരി. രണ്ടു ഭാഗത്തേക്കും അറിയാലോ, ഏതെങ്കിലും ഒരു തോണിയിൽ എന്താ വാസേട്ട ഒരു വാസേട്ടൻ അവിടെയും പറയും പടിയും പറയും. ഇതിപ്പോ വാക്ക് മാറ്റി പറയില്ല, ഞാൻ മാറ്റി പറയില്ല. അല്ല വാസേട്ടാ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇതാ ബീവറേജിൽ പോണുണ്ട്. ഇവരെന്താ ഈ മദ്യത്തിന്റെ വില കുറക്കാത്ത? അവരെ കൂട്ടല്ലേ ചെയ്യണത്? അപ്പൊ ഞങ്ങളുടെ പൈസ എടുത്തിട്ടല്ലേ എല്ലാരും കളിക്കണത് അല്ലേ? ബീവറേജിൽ വില കൂട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പൈസ പെൻഷൻ പിന്നെ ഞാൻ പറയുന്നത് കേക്ക്. ഈ ബീവറേജിൽ മദ്യത്തിന് വില കൂട്ടിയാല് ആരും പോയി വാങ്ങും. ഒരു ഗ്ലാസ് പാലിന് 50 പൈസ കൂട്ടി പറഞ്ഞാൽ അത് വാങ്ങില്ല, ആരും വാങ്ങില്ല, ആർക്കും വേണ്ട. എന്താ അത് നേരെ മറിച്ച് 10 ഉറുപ്പ്യ അതിൽ കൂട്ടിയ 20 ഉറുപ്പ്യ എത്ര കൂട്ടിയാലും ഒരു കുഴപ്പമില്ല. ആ പൈസ ഉണ്ടാണ് പെൻഷൻ പൈസ. അതിലുള്ള കൊണ്ടേ കൊടുക്കണ എന്തിനാണോട് കൊണ്ടേ കൊടുക്കാൻ? ഞാൻ ഇപ്പൊ ഗവൺമെന്റിനെ പോയിട്ടുള്ളൊരു മനുഷ്യനാണ്, മനസ്സിലായോ? ഞാൻ ഡെയിലി ഒരു അര വാങ്ങും, അതിന്റെ പൈസ ഗവൺമെന്റ് അങ്ങനെ തന്നെയല്ലേ കാശിനൊക്കെ. അല്ലാണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് ഒരു 500 പിടിച്ചോളൂ. ഒരു മിനിറ്റ്, ഇതൊക്കെ കേട്ടുകാണ്ട് ഇപ്പൊ UDF അളകാതിരിക്കണ്ടല്ലോ, ഒരു പ്രശ്നമല്ലല്ലോ. ഈ 10 കൊല്ലമായിട്ട് എന്തെങ്കിലും പ്രശ്നം കണ്ടോ? ഇല്ലല്ലോ. കണ്ടോ? ഇനി ഇപ്പൊ നമ്മള് UDF അഥവാ നല്ല UDF ജയിക്കും. UDF ജയിച്ചാൽ നിങ്ങൾ നാളെ നോക്കൊള്ളൂ, എന്തെങ്കിലും നേരം വരിക, അപ്പൊ പ്രശ്നം ഉണ്ടാവും, അപ്പൊ അപ്പൊ ആദ്യകാരം അപ്പൊ ശരിയല്ലേ? കറക്റ്റല്ലേ? അതായത് ഇനിയിപ്പോ UDF ജയിച്ചു കഴിഞ്ഞാല് നാളെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി
പിടിക്കലാണ് അടിക്കലാണ് സമരം. ഇതാണ് പിന്നെ ഇളകിയ സമരം. ഈ 10 കൊല്ലം സമരം ഉണ്ടായിരിക്കണോ? അല്ല, 10 കൊല്ലം എതിർപാർട്ടിയായിട്ട് നിന്ന് നിൽക്കുന്ന UDF ആണല്ലോ. ഈ തെറ്റത്തരങ്ങളൊക്കെ കാട്ടുമ്പോ UDF ഇളകുന്നുണ്ടോ? ഇല്ല, ഇളകൂല. കാരണം എന്താ അറിയോ? അവര് മനുഷ്യന്മാരാണ്. കാരണം നാളെ ഇനി അപ്പം ഇനി അഥവാ തോറ്റിട്ട് കൂടുതൽ വർത്താനം വേണ്ട, വല്ലാണ്ട് അല്ല ഞങ്ങളുടെ നാട്ടിൽ വികസനം ഉണ്ടായിക്കണോ? അത് നിങ്ങൾ പറയും. 10 കൊല്ലം വികസനം ഉണ്ടായിക്കണു, അത് സത്യമാണ്, വികസനം ഉണ്ടായിക്കണു. ഇത് കൂടെ പാണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പാണ്ടിയല്ലേ ഇനി പറയും ബോട്ട്. ഈ പുഴയിൽ കൂടെ ബോട്ട് വന്നിട്ടുണ്ട്. 10 കൊല്ലം മുന്നത്തെ റോഡ് ഇപ്പത്തെ റോഡ് ഒന്ന് നോക്കിക്കാണെങ്കിൽ ആരുണ്ടാക്കിയത്? അതല്ല കേന്ദ്ര ഗവൺമെന്റ് മോദിയുടെ പൈസ മോദി ഇറക്കിയത്. അതൊക്കെ അതാ പറഞ്ഞ ഓരോരുത്തരുണ്ടാക്കുന്ന വിലയിട്ടെടുക്കുക. കേന്ദ്രം കണ്ടമാനം പൈസ കൊടുക്കാണ്ട് നമ്മളെ കേരളത്തിന്. അതിട്ട് ചവിട്ടിക്കും. അല്ല, ഇനി കൊറോണയിലും പ്രളയത്തിലൊക്കെ പിടിച്ചു നിന്നത് നമ്മളെ മുഖ്യമന്ത്രിന്റെ പവർ മാത്രമാണ്. അത് ഇതാക്കാൻ പ്രളയത്തിൽ ആള് മുങ്ങി പോകാഞ്ഞാൽ അയാളെ പവർ തന്നെയാണ്. കാരണം ജനങ്ങളെ അയാളെ പിടിച്ച് പൊന്തിച്ച് നിർത്തിയാണ്. കാരണം എന്താ അറിയോ? ഒരു സർക്കാർ ആണെങ്കിൽ ഇവിടെ എപ്പോഴോ കഥ കഴിഞ്ഞു. അതെ, ഞാൻ ഈ സംഖ്യകളൊക്കെ കിട്ടിയതിന്റെ മുകളിൽ അല്ല, ഞാൻ ഇപ്പൊ നോക്കി വികസനം വരാത്ത ഒറ്റ ഏരിയുള്ളൂ. അവിടെ അരപ്പറ മാങ്കുറിശി റോഡിൽ ഒരു വികസനം വന്നിട്ടില്ല. അവിടെ നിങ്ങൾ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അവിടെ വികസിച്ചു. അല്ല, അവിടെ നിങ്ങൾ തന്നെ അല്ലേ ഇഷ്ടം പോലെ. അവിടെ ഇപ്രാവശ്യം വലിയൊരു ഫണ്ട് വെച്ചിട്ടുണ്ട്. ആ റോഡ് നമ്മള് നല്ല ലെവലിൽ പണിയെടുത്തിട്ട് വരും. നമ്മളെ പാർട്ടിക്കാരെ അതിനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. അത് MLA ഫണ്ടാണ്. നമ്മുടെ പള്ളിക്കുറുപ്പ് പാലൊലിച്ചു വിട്ട് കാലത്രയും അത് പാസ്സായി കിടക്കുന്നുണ്ട്. എന്താ പറഞ്ഞാല് ഇപ്രാവശ്യത്തെ എസ്റ്റിമേറ്റ് വെച്ചു. എസ്റ്റിമേറ്റ് വെച്ചപ്പോ പഴയ ഇതും മാറി. കാരണം എമൗണ്ട് മാറ്റം വന്നു. അടുത്ത ഒരു 50 ലക്ഷത്തിന്റെ ഫണ്ടും കൂടി വെച്ചാലേ ഈ പാലം പൂർത്തിയാക്കാൻ പറ്റും. മെറ്റീരിയലിന്റെ വില കൂടി, സാധനങ്ങളുടെ വില കൂടി, പണിക്കൂലി കൂടി. പാസ്സാക്കിയ പൈസ തികയില്ല. അപ്പൊ ഇനി അടുത്ത ബഡ്ജറ്റില് ഒരു 50 ലക്ഷം കൂടി വെക്കുമ്പോഴാണ് പാലം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രല്ല അതിനൊരു 10 കോടി എടുക്കുമ്പോൾ ഞങ്ങക്ക് പൂർത്തിയാക്കണമെങ്കിൽ 10 കോടി എടുക്കണം. ആ പാലം ഇപ്പൊ എത്ര പ്രാവശ്യം റോഡ് അളന്നു പോയത്? ഈ അളക്കലല്ലാതെ കൊടുക്ക്. അല്ലേ അവിടെ മറ്റേ ഇവിടുന്ന് ആരെങ്കിലും സ്ഥലം വിട്ടു ഞാൻ പറയട്ടെ. എടാ തലയിരിക്കുമ്പോ വാലാടരുത് കേട്ടോ, മനസ്സിലായോ? ആ, തലയിരിക്കുമ്പോ വാലാടരുത്. ദാറ്റ് ഈസ് എ കുഞ്ഞിട്ടി. അത് മനസ്സിലാക്കണം. അവിടെ കല്ലിട്ട് കണ്ടോ? പാലത്തിന് കല്ലിട്ട് കണ്ടോ? കല്ലിട്ട് കണ്ടു. മഞ്ഞക്കുറ്റി കണ്ടോ? കല്ലിട്ടിട്ട് കാര്യമല്ലോ. മാത്രം മതിയോ? ഓരോരുത്തരും ഇല്ലാത്ത കംപ്ലൈന്റ് എഴുതി ഒപ്പിട്ടിട്ട് നമ്മളെ പാർട്ടിക്കാർ ചെയ്യുമ്പോൾ എതിർ പാർട്ടിക്കാർ വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അവിടെ സ്റ്റേ കൊടുക്കുക, ഇവിടെ സ്റ്റേ കൊടുക്കുക. അതിൽ നിങ്ങൾ ഒപ്പ് പോകണില്ല. അതാണ് സംഭവം. ഇപ്പൊ ഒരാള് ഫണ്ട് പാസ്സാക്കുമ്പോ അതിനെതിരെ അവിടെ സ്ഥലം കയ്യേറിക്കാണ്, വിട്ടുകൊടുക്കില്ല. അതാണ് പ്രശ്നം. അങ്ങനെയല്ല, എന്ത് വികസനം വന്നാലും അതിനെ മുടക്കാൻ ഒരാളുണ്ടാവും. അതിലൊരാളുണ്ടാവും. എന്നിട്ട് അതൊന്നും അല്ലാണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോവും. ഇപ്പൊ മോദി ഗ്രീൻ ഹൈവേ മലക്കൂടി റോഡ് വന്നു. എത്ര പാവപ്പെട്ട ജനങ്ങൾ രക്ഷപ്പെട്ടു. കാരണം അല്ലേ, കോടികൾ കൊടുത്തിട്ട് കാടും മലയായിട്ട് കിടക്കുന്നത് അയാൾ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കണ പാറക്ക് അടക്കം പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രാവശ്യം വരും. എവിടേക്ക് ബീവറേജിൽക്കോ? ഇടയ്ക്ക് അതെ, അല്ല നിങ്ങളിപ്പോ ഏത് ബ്രാൻഡ് അടിച്ചിക്കണത്? എന്ത് ഞാൻ എന്ന് 1-ാം തീയതി ഇപ്പൊ അവിടെ നിങ്ങൾക്ക് കിട്ടി താനം? 1-ാം തീയതി 8-ാം തീയതി അന്ന് 8-ാം തീയതി അല്ലേ? നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ബോധമില്ലാത്തത്. അപ്പൊ നിങ്ങക്ക് ബോധമില്ലാത്ത ഞങ്ങൾക്കല്ലേ? ഞങ്ങക്ക് ബോധമുണ്ടല്ലേ? ഞമ്മക്ക് മെയ് 4-ാം തീയതി ഒന്നും കൂടി കാണണം. നിങ്ങൾ ഇവിടെ ഉണ്ടാവൂലേ? ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. നമ്മളെ പാർട്ടിയുടെ ഇതിന് പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ
വിളിക്കണോ? ഓ ജാഥ പോയി ഞാനുണ്ടാവും. അല്ലേ? അതേമാതിരി ഈ വിളിക്കണോ? ജാഥ പോയി അപ്പൊ സത്യത്തിൽ നിങ്ങൾ ഏതാ പാർട്ടി അത് പറഞ്ഞാണി? ഞാന് നമ്മക്ക് എല്ലാരും വേണേ, നമ്മക്ക് എല്ലാരും ജയിക്കണ പാർട്ടിന്റെ പാർട്ടി തന്നെ. ആ പാർട്ടി തന്നെയല്ലേ നമ്മുടെ പാർട്ടി അല്ലേ? പിന്നെ ഞങ്ങള് അങ്ങനെ ഈ വെള്ളടിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകം എല്ലാം നമ്മള് പാർട്ടിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ സംശയം ചോദിക്കാം. ഇപ്പൊ കേരള ഒരു ബ്രാൻഡ് ഉണ്ടാക്കി, അതിനെ പറ്റി എന്താ നിങ്ങളെ അഭിപ്രായം? ജവാനോ? നല്ല അഭിപ്രായമാണ്. പുതിയൊരു പേരിടാൻ വേണ്ടിട്ട് അതിന് കിസാൻ ഇട്ടോട്ടെ. അല്ല, അന്ന് നിങ്ങൾക്ക് സമ്മാനം കിട്ടിയോ അതിന്? അറിയില്ല, അത് സമ്മാനം ആര്യാണ്? ജവാനും കിസാനും വേണ്ടേ? ജവാൻ പാട്ടാൾക്കാരൻ, കിസാൻ കൃഷിക്കാരൻ അല്ലേ? അപ്പോ നമ്മള് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല. അല്ല, എന്നാലും ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. നിങ്ങള് വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ട് എന്താട്ടി? അത് ഇവിടെ ചോദിച്ചാൽ മതി. ഇവിടെ ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവിന് ഒരു തലയില്ല വാലുമില്ല. പറഞ്ഞ തന്നെ മാറ്റി പറയുന്നു, രാഷ്ട്രീയ വനവാസത്തിന് പോകും ഇനി തോറ്റു കഴിഞ്ഞാൽ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വയനാട്ടിലെ ഫണ്ട് ഫുള്ള് പാർട്ടി വർക്കിന് വേണ്ടിയിട്ട് ഫ്ലക്സ് അടിച്ചിട്ടും അവിടെ ആക്കിയിട്ടും ആൾക്കാർക്കൊക്കെ പൈസ കൊടുത്തിട്ടും പൈസ ഫുള്ള് തീർന്നു. എന്നിട്ടിപ്പോ നമ്മളൊരു അണിഞ്ചടുത്ത് ചോദിച്ചപ്പോ പറയണ അത് പൈസ ഒന്നും ആരും കൊടുത്തിട്ടില്ല, അതിലങ്ങനെ പൈസ ഒന്നും ഇല്ല. ഏതാണിയോട് ചോദിച്ചില്ല, എന്താ ചോദിച്ചില്ല? അല്ലാണെങ്കിൽ ഒരു ശവം പറയാൻ എത്ര പൈസ കൊടുക്കണം? എത്ര പൈസ വാങ്ങിക്കണം? അതൊക്കെ വർത്താനത്തിന് നിൽക്കണ്ട. എന്റെ സ്വഭാവം കച്ചറ വേണ്ടതല്ല, ഇവന് ഇല്ലാത്ത കാര്യങ്ങൾ എന്താ ഇവന് പറയണത്? ഞാന് BP കുറച്ചുള്ള ആളാണ്. കല്ല് പിടിച്ചു നാളെ നേരം വെളുത്ത നമ്മള് തമ്മിൽ ഞാൻ പറയുന്നേക്ക് രണ്ടാളിൽ ഞാൻ പറയുന്നേക്ക് നാളെ നേരെ വിളിച്ചയ്യ നമ്മള് തമ്മിൽ പിന്നെയും കാണണം. ഞാൻ പറയുന്നു മനസ്സിലാക്കേ, കേൾക്കണ്ടോ? അതായത് ഇതിൽ ഞാനും ഒക്കെ ഇവിടെ കിടന്ന് കച്ചറ കുടുംബങ്ങളും നേതാക്കന്മാരവിടെ ഒന്നിച്ച ചിന്തിക്കണം. അതൊക്കെ ശരിയാണ്. ഇവിടെ അണികൾ തമ്മിൽ കച്ചറ കൂടി തല തല്ലി പൊട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിനൊരു രക്തസാക്ഷിനെ കിട്ടുന്നു മാത്രം, മനസ്സിലായോ? ഇത് ചിന്തിക്കണം കുറച്ചെങ്കിലും. നാളെ നിനക്കെന്തേലും പറ്റിയ ഓടി വരാനുള്ള ഇവനാ, അല്ലാണ്ട് ഈ നേതാക്കന്മാരാരും വരില്ല, മനസ്സിലായോ? അത് അതന്നെ രണ്ടാളോടാണ് ഞാൻ പറയുന്നത്. ആൾക്കാർക്ക് പറഞ്ഞ കാര്യം ചൂടാക്കാനുള്ള വർത്താനം ഇനി പറയണ്ട. ഞാൻ പറയുന്നത് വാസോട്ടം പറഞ്ഞ കേക്കില്ലേ? പക്ഷെ വാസോട്ടം വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞ കറക്റ്റാണ്. അതാണ് ഇതിന് വാസേട്ടാ നമ്മുടെ പോലെയുള്ള കള്ളുടീനന്മാരില്ലേ, അവരെ കണ്ടുപിടിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ചിന്തിച്ചോണ്ടേ അപ്പൊ ഞാൻ രണ്ടാളോടും പറയും നമുക്ക് മെയ് 4 റിസൾട്ട് വരുമ്പോ ഞാൻ പറയട്ടെ, മെയ് 4-ാം തീയതി റിസൾട്ടാണ്ട് അറിയുമ്പോ ആര് ജയിച്ചാലും നമ്മൾ പരസ്പരം തമ്മിൽ തല്ലരുത്, മനസ്സിലായോ? അതായത് അവിടെ നിന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തെറി വിളിക്കുക, ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് തെറി വിളിക്കുക. ഇതുണ്ടാവുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മൾ ആര് ജയിച്ചാലും നാളെ പിന്നെ നമ്മൾ അയൽവക്കങ്ങളാ, തമ്മിൽ കാണണ്ടോരാ. അതുകൊണ്ട് ഈ ബന്ധം വിടാതെ കാത്തു സൂക്ഷിക്കുക. ഇത്ര വാസെട്ടെന്ന് പറയാം. വാസെട്ട് എന്തെല്ലാത്തരാണ് കേട്ടോ. കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ, നിറയുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ, പകലകലാൻ കരളു കൊടുത്തേ വെയിലിൻ കൊള്ളി. പല നാടതു മിന്നി മിനുങ്ങി മലയാളം പെരുമലയാളം
കൂട്ടം പെരുമക്കൂട്ടം പുതുമക്കൂട്ടം